പ്രത്യേക അന്വേഷണ സമിതിയും UP പോലീസിനും പുറമെ ജുഡീഷ്യൽ കമ്മീഷനും സമാന്തരമായി ഹത്രാസ് ദുരന്തം അന്വേഷിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. സഭാ വാർത്തകളിലേക്ക് പോകുമ്പോൾ PSC കോഴ ആരോപണം വീണ്ടും സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. വാങ്ങിയ കാശ് തിരികെ കൊടുത്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്നും PSC അംഗത്വം ലേലത്തിന് വെച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് സബ്മിഷനിൽ ആരോപിച്ചു. എന്നാൽ എന്ത് തട്ടിപ്പിലും ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. തുടർച്ചയായ രണ്ടാം ദിവസവും PSC കോഴ ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തി. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനായാണ് ഇന്ന് വിഷയം സഭയിൽ വന്നത്. PSCയെ സംശയ നിഴലിലാക്കിയെന്നും കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു, MLA പേര് പറഞ്ഞ്, മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങളതെന്റെ ഭരണത്തോണ്ട് വെച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു. നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ? ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ? ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ? സാർ, അടിയന്തരമായി നടപടി സ്വീകരിച്ച് PSC അംഗങ്ങളെ നിയമിക്കുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യം സർക്കാർ ഉറപ്പുവരുത്തണം. ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും നടപടികൾ സുതാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ കാലത്തും അംഗങ്ങളുടെ എണ്ണം ഉയർത്തിയത് UDF സർക്കാരുകളാണെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇതേവരെ LDF സർക്കാർ ഈ നിലവിലുള്ള അംഗത്വത്തിൽ വർധനവ് വരുത്താൻ തയ്യാറായിട്ടില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു അഡ്വക്കറ്റ് കൂടിയാണ്. എന്തുകൊണ്ട് ഇതിനൊരു ഉപോത്ബലകമായി ഒരു വസ്തുതകൾ വേണമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് 8:21 നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. സർ, അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയെ പറ്റി തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പരാതി ലഭിച്ചില്ലെങ്കിൽ എന്തിനാണ് ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തതെന്ന് മറുചോദ്യമുയർത്തി. പരാതി ഒത്തുതീർപ്പാക്കാൻ CPIM-ഉം സർക്കാരും ഇടപെടുകയാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണം എനിക്കെതിരായിട്ട് ഉന്നയിച്ചു. അതായത് എനിക്ക് ഈ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ 8:21 യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയെ കൊണ്ട് പരാതി. ഞാനത് അറിഞ്ഞിട്ടില്ല, എൻ്റെ അറിവോടുകൂടിയല്ല പരാതി. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോലീസ് എന്തിനാണ് ഈ ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തത്? ഇന്നലെ 1. 2, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MLA കൂടിയായ MV ഗോവിന്ദൻ ഈ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത്? തട്ടിപ്പുകളിൽ ഏതു തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് ആരോപണവും നിഷേധിച്ചു. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾക്കോ സർക്കാർ നീങ്ങിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ നടന്നാൽ ആ തെറ്റിനെതിരെ അത് ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായ നടപടിയെടുക്കുക എന്നതാണ് സർക്കാർ സ്വീകരിച്ചു വരുന്ന നിലപാട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി രീതി വെച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചും അത് മറ്റുള്ളവരിലേക്ക് ആക്ഷേപിക്കുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല. അതൊക്കെ കോൺഗ്രസിന്റെ രീതിയാണ്, കോൺഗ്രസിന്റെ ശൈലിയാണ്, കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിക്കാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. PSC അംഗത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം തള്ളി CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ. വിഷയത്തിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. അതേസമയം പാർട്ടി വിശദീകരണം